ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു റംബൂട്ടാൻ്റെ തൈ എങ്ങനെ നടാം എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിനു വേണ്ടി ആദ്യമായി മേൽമണ്ണ് എടുത്തിട്ടുണ്ട്. ഇനി മേൽമണ്ണും ചാണകപ്പൊടി ഉണ്ട്, ആട്ടിൻ കാഷ്ടമുണ്ട്. അപ്പോൾ ഇത് രണ്ടും പാടെ അതിലിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുഴിയിലേക്ക് മണ്ണ് ഇടേണ്ടതുണ്ട്. കുഴിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 അടി വീതി, 2 അടി നീളവും 2 അടി താഴ്ചയുമാണ് കുഴിയുടെ വിസ്തീർണം വരുന്നത്. അപ്പോൾ ഇനി അതിലേക്ക് ഈ മിക്സ് ചെയ്ത മണ്ണ് നമ്മൾ ഇടേണ്ടതാണ്. എന്നാൽ അത് ചെയ്യാം. ആട്ടിൻ കാഷ്ടപ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ടു. ഇനി അടുത്തതായിട്ട് ചാണകപ്പൊടിയാണിത്. ചാണകപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നല്ലപോലെ മണ്ണൊന്ന് മിക്സ് ചെയ്യണം. നല്ലപോലെ ഇളക്കി എല്ലാ ഭാഗത്തും ഇതെത്തണം. നമ്മൾ ഇതിനു വേണ്ടി കുറച്ച് മേൽമണ്ണ് വേണം എടുക്കാൻ. ചെറിയ കല്ലുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. നല്ല മിക്സ് ചെയ്ത് അപ്പോൾ മണ്ണ് മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ കുഴിയിലേക്ക് ഇടേണ്ടതുണ്ട്. ഇപ്പോൾ ചൂടുകാലമായതിനാൽ നല്ല നനവ് അത്യാവശ്യമാണ്. അതേപോലെ ഇത് നടുന്ന സ്ഥലം നല്ല സൂര്യപ്രകാശം തട്ടുന്ന സ്ഥലത്ത് വേണം ഇത് നടാൻ. ഇപ്പോൾ ചെറിയൊരു കുഴി പോലെ ആക്കി നിർത്തേണ്ടതുണ്ട്. കാരണം വേനലായതുകൊണ്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം അതിൻ്റെ ചുവട്ടിൽ തന്നെ നിൽക്കണം. പിന്നെ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. ഇപ്പോൾ കുഴി നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായി നമ്മൾ തൈ നടേണ്ട രീതിയാണ്. ഇതാണ് തൈ. റംബൂട്ടാൻ N80 ആണ്. ഏറ്റവും നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് ഉണ്ടാകുന്ന ഒരു ബ്രീഡാണിത്. അപ്പോൾ ഇത് കട്ട് ചെയ്യണം. കവർ കട്ട് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ച് വേണം ഇത് കട്ട് ചെയ്യാൻ. അതിൻ്റെ മണ്ണുടയാനോ വേര് മുറിയാനൊന്നും പാടില്ല. അപ്പോൾ അത് നല്ല ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാൻ.
അപ്പോൾ കവർ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ എവിടെയൊരു പ്രശ്നം ഒന്നും അങ്ങനെ വന്നിട്ടില്ല. ഇനി അടുത്തതായിട്ട് ചെറിയൊരു കുഴി നമ്മൾ എടുക്കണം. അപ്പോൾ എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ സെൻറ്ററിലായി. ഇനി നമ്മൾ ഇതിലേക്ക് തൈ ഇറക്കി വെക്കേണ്ടതാണ്. എപ്പോഴും എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ അടിവണ്ണം നല്ല വണ്ണത്തിലുള്ള, കുറച്ച് വണ്ണത്തിലുള്ളത് ആണ് എടുക്കേണ്ടത്. ഇതിൻ്റെ ഈ ടാഗ് കട്ട് ചെയ്ത് കളയാം. ഇനി തൈ കുഴിയിലേക്ക് വെക്കാം. അപ്പോൾ തൈ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് സൈഡൊന്ന് പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു കട്ടിങ് ഇട്ടിരിക്കുന്നത് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കറക്റ്റ് ഇതിൻ്റെ ചോട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എന്തെന്ന് ചോദിച്ചാൽ നല്ല വേനലാണ്, കടുത്ത വേനലാണ്. അപ്പോൾ വെള്ളം വേറെ എവിടേക്ക് പോകാതിരിക്കാൻ വേണ്ടി കറക്റ്റ് ഇതിൻ്റെ താഴെ തന്നെ വെള്ളം നിൽക്കണം. അതിനാണ് ഈ ഒരു കട്ടിങ് ഇവിടെ ഇട്ടിരിക്കുന്നത്. മക്കാലെ നമുക്ക് ഇതിനനുസരിച്ച് മണ്ണ് കയറ്റി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ റംബൂട്ടാൻ്റെ തൈ നട്ട് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇതിന് തടത്തിലൊരു നനവ് എപ്പോഴും നിൽക്കണം എന്നുണ്ടെങ്കിൽ, ഒരു ഈർപ്പ് നിൽക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ചകിരി എല്ലാം തടത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇട്ട് കൊടുത്തതിൻ്റെ ഗുണം എന്തെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ തടത്തിൽ നിന്ന് ഈ നനവ് എവിടേക്കും പോകില്ല, എപ്പോഴും ഒരു ഈർപ്പം കിട്ടും. ഇതേപോലെ ഒന്ന് നമ്മൾ വെച്ച് കൊടുക്കണം. എന്നാൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം എപ്പോഴും ഒരു നനവായി ഇതിൻ്റെ താഴ്ഭാഗത്ത് അങ്ങനെ ഉണ്ടാവും. എപ്പോഴും നമ്മൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനെപ്പോഴും നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഇത് നടേണ്ടത്. അതേപോലെ നനവ് അത് പ്രധാനമാണ്. മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ റംബൂട്ടാൻ നട്ട് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.